ഇതെൻ്റെ പ്യോർ പാഷനാണ്. ചിത്രകല പഠിച്ചിട്ടൊന്നുമില്ല. 2-3 എക്സിബിഷൻസ് ചെയ്തു. സക്സസ് ആണ്. ഒരു ക്യാൻവസ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ കം ലൈക്ക് ദാറ്റ്. ഞാൻ ഒന്നും ആലോചിച്ചിട്ടല്ല ഇരിക്കാറ്. ബട്ട് ഓട്ടോമാറ്റിക്കലി നമ്മളിങ്ങനെ വരച്ചു തുടങ്ങുമ്പോൾ എന്തെങ്കിലും ആവും. പ്രവാസികൾക്കിടയിലുള്ള വനിതകളെ സംബന്ധിച്ചിടത്തോളം വലിയ കഴിവുള്ള ഒരുപാട് ആളുകളെ നമുക്കറിയാം. എന്നാൽ അത്തരത്തിലുള്ള ഒരാളെയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. ഒരു വേറിട്ട ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു പ്രദർശനത്തിൽ നമുക്ക് അനുഭവപ്പെട്ടത്. ജോലിക്കിടയിലും എത്ര തിരക്കിനിടയിലും തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വരയിലൂടെ ആനന്ദം കണ്ടെത്തിരുന്ന സോഫിയയാണ് ഇന്ന് UAE വാർത്ത നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുന്നത്. കുറേ വർഷങ്ങളായിട്ട് ചൈൽഡ്ഹുഡിൽ തുടങ്ങിയ ഈ ഒരു വര ഇപ്പോഴും സൂക്ഷിക്കുകയാണ് സോഫിയയിലേക്ക്. ഹായ്, നമസ്കാരം. എങ്ങനെയാണ് ഈ ഒരു വര തുടങ്ങിയത്? ഇപ്പോഴും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെ? ദിസ് ഈസ് മൈ പാഷൻ ആക്ച്വലി. എനിക്ക് ചൈൽഡ്ഹുഡ് ഓൺവേർഡ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വരയ്ക്കാൻ. സോ ടൈം കിട്ടുമ്പോഴൊക്കെ ഐ വിൽ ഡു ദിസ്. ഈ ലാസ്റ്റ് ഇയർ മുതലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ആസ് എക്സിബിഷനായിട്ടും അതൊക്കെ ആയിട്ട് തുടങ്ങിയത്. 2-3 എക്സിബിഷൻസ് ചെയ്തു. സക്സസ് ആണ്. കുറേ കോണ്ടാക്ട്സ് കിട്ടി. ഐ വോണ്ട് ടു ബി എൻ ആർട്ട് ക്യൂറേറ്റർ. തീമൊക്കെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? എന്താണ് ഇതിൻ്റെ ഡിഫറൻസ്? തീം ഒരു ക്യാൻവസ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ കം ലൈക്ക് ദാറ്റ്. ഞാൻ ഒന്നും ആലോചിച്ചിട്ടല്ല ഇരിക്കാറ്. ബട്ട് ഓട്ടോമാറ്റിക്കലി നമ്മളിങ്ങനെ വരച്ചു തുടങ്ങുമ്പോൾ എന്തെങ്കിലും ആവും. എത്ര ടൈം എടുത്തിട്ടുണ്ടാവും ഇങ്ങനെ ഒരു? 3 months പെർ ഡേ 2 hours വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് കാവിങ് ആണ് ഇൻ സ്റ്റൈറോഫോം. നമ്മുടെ തെർമോക്കോളിൽ കാവ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് ചെയ്ത ഒരു വർക്കാണ്. ഇതെൻ്റെ പ്യോർ പാഷനാണ്. ചിത്രകല പഠിച്ചിട്ടൊന്നുമില്ല. ബട്ട് ചെയ്യുമായിരുന്നു. സ്കൂളിലാകുമ്പോഴും കോളേജിലാകുമ്പോഴും സ്റ്റേറ്റ് ലെവലിലാണെങ്കിലൊക്കെ. ഇവിടെയുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്, ഭർത്താവിൻ്റെ കൂടെ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു. എത്രയൊക്കെ പാഷൻ എന്തെങ്കിലും കഴിവുണ്ടെങ്കിലും അതൊക്കെ മനസ്സിൽ വെച്ച് അതിനൊന്നും മൈൻഡ് ചെയ്യാതെ ജോലിയിലേക്ക് പോവുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള ലേഡീസിനോട് പറയാനുള്ളത് എന്താണ്? എല്ലാവരുടെ ഉള്ളിലും ഒരു പാഷൻ എന്തായാലും ഉണ്ടാവും. അത് ഇപ്പോൾ ചിത്രകലയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും എന്തെങ്കിലും ഒന്നുണ്ടാവും. പക്ഷെ പാഷനായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു ട്രൈ ദിസ് തിങ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് സക്സസ് ആവോ ഇല്ലേ എന്നറിയണമെങ്കിൽ. ഇതാണ് സോഫിയ നിങ്ങളോട് പറയുന്നത്. നിങ്ങളിൽപ്പെട്ട എല്ലാവർക്കും ഉണ്ടാവും ഓരോ കഴിവും. വീട്ടകത്ത് വെറുതെ ഇരിക്കാതെ നിങ്ങളുടെ കഴിവുകൾ പുറം ലോകത്തേക്ക് എത്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ഈ നാട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഒരുപാട് അവസരങ്ങളുടെ നാടാണ് ദുബായ്. നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവരെ കാണിക്കാനും അത് പരിചയപ്പെടുത്താനുമുള്ള ഒട്ടേറെ അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു മോട്ടിവേഷൻ കൂടിയാണ് സോഫിയയുടെ ഈ വരകളും ഈ ചിത്രങ്ങളും നിങ്ങളോട് പറയുന്നത്.